തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കോൺഗ്രസ് KPCC ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പ്രധാന രാഷ്ട്രീയ അജണ്ടയും തീരുമാനിക്കും. ഹൈക്കമാൻഡ് നിർദ്ദേശമുള്ളതിനാൽ VD സതീശനും യോഗത്തിനെത്തും. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അങ്ങനെ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് വീട്ടിനുള്ളിലുള്ള ചെറിയ ചെറിയ മുറിമുറിപ്പുകളൊക്കെ അത് വിജയസാധ്യതയെ ബാധിക്കരുത്. കർശനമായ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവും ഇന്നിപ്പോൾ KPCC ഭാരവാഹി യോഗത്തിനെത്തും. നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉടക്കി നിന്നതുകൊണ്ട് ഈ ഭാരവാഹികളുടെ യോഗം നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് തൽക്കാലം തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് KPCC സജ്ജമാവുകയാണോ തെരഞ്ഞെടുപ്പിന്? അരുൺകുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരാഴ്ചക്കകം തന്നെ പ്രഖ്യാപിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് KPCC ഭാരവാഹികളുടെ യോഗം ചേരുന്നത്. 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ച KPCC വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഇന്നത്തെ യോഗത്തിൽ ചുമതല ഏറ്റെടുക്കുന്നുണ്ട്. നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്ത് കോൺഗ്രസിൽ തർക്കം മുറുകിയ സാഹചര്യത്തിൽ ദില്ലിയിൽ വിളിച്ച യോഗത്തിൽ കർശന നിർദ്ദേശം നൽകിയതാണ്. ഇനി അങ്ങോട്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകണം, എല്ലാവരും KPCCയുടെ പരിപാടികളുമായി സഹകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവിനാണ് കർശന നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഇനി ഓരോ നേതാക്കൾക്കും പ്രത്യേകം ചുമതല നൽകും. നിലവിൽ തന്നെ കോർപ്പറേഷന്റെയും നഗരസഭയുടെയും ജില്ലകളുടെയൊക്കെ ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. അതിനു പുറമെ KPCC ഭാരവാഹികൾക്ക് കൂടെ ചുമതല വീതിച്ച് നൽകിയാകും ഇനി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെയാണ് SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പുലർത്തേണ്ട ജാഗ്രത എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായി പരിശോധിക്കേണ്ടത്, ഈ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശവും ചർച്ചകളും യോഗത്തിലുണ്ടാവും. സർക്കാരിനെതിരെ എന്തൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിശദമായി ചർച്ചയാക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം, അതിനൊരു തീരുമാനവും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ആശ്വാസമാണ് തൽക്കാലത്തെങ്കിലും തർക്കങ്ങൾക്ക് ഒരു അവസാനമുണ്ടായി എന്നതിൽ. ഓക്കെ, തർക്കങ്ങൾക്ക് ഗുഡ് ബൈ. അങ്ങനെ KPCC ഭാരവാഹി യോഗം ചേരാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കും. ഒരുമിച്ചൊരു കൂട്ടായി തന്നെ അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്.